പക്ഷേ ഈ സ്മാർട്ട് ഫോണും ലഹരിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഗൈസ്? ഒന്ന് ഏരിയയിൽ ട്രിവാൻഡ്രത്ത് ഒരു ഏരിയയിൽ ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്ത് പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ, ഒരു കുറച്ച് ആണുങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്ത് ബൈക്ക്. ഇപ്പം എല്ലാ ഏരിയയും ഒരു വലിയൊരു ഏരിയ ബൈക്കുന്നുണ്ട്. MDMA സാധനങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലുണ്ട്. എനിക്ക് നിനക്ക് വേണോ എന്ന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടെത്തിക്കുക. ഇതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഏരിയയിൽ, ഓരോ ഏരിയയിലും എല്ലാ ഏരിയയിലും പോലീസുകാരുണ്ട് അല്ലെ. ഇപ്പോൾ ഓൺലൈനിൽ ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ചുവരിനുള്ളിൽ അവർ സുരക്ഷിതരാണ്. നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം ഉറപ്പിച്ചിട്ടൊക്കെയാണ് ആ ഏരിയയിലോട്ട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ, അറിഞ്ഞൂടാ. ഞാൻ ഒരു പറയുന്നത് കഴിച്ചു നോക്ക്. ഈ ഒരു മരുന്ന് കഴിച്ചിട്ട് നീ ഇരുന്ന് നോക്ക്. കഴിച്ചിട്ടിരിക്കുമ്പോൾ കൊള്ളാം, സൂപ്പർ ഗൈസ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വില കൊടുത്തൊക്കെ വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോൺ, 5G 4G സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ വില കൊടുത്ത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മളെ മക്കൾക്ക് അല്ലേ, ഒരു കുറച്ച് പ്രായമായ ഒരു 22-29 വയസ്സായ ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ സ്നേഹത്തിൻ്റെ ഇതിൽ, നമ്മൾ അധികമായ സ്നേഹത്തിൻ്റെ ഇതിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഈ സ്മാർട്ട് ഫോണും ലഹരിയുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഗൈസ്? ഒന്ന് ഓർത്തോ, എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നമ്മളെ മക്കൾ വഴിതെറ്റി പോകില്ല. അവർ വീട്ടിൽ ഗെയിമും കളിച്ചൊക്കെ ഇരിക്കുകയല്ലേ അല്ലേ? വീട്ടിനുള്ളിൽ അവർ ഗെയിം കളിച്ച് വെളിയിലിറങ്ങത്തില്ല അല്ലേ? അങ്ങനെയല്ലേ? മുമ്പൊക്കെ പഴയ കാലത്തൊക്കെ 4-5 ആണുങ്ങൾ ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് സച്ചിൻ 6 അടിച്ചതും ഔട്ടായതും, ഒരു ബോൾ എങ്ങനെ എറിഞ്ഞു, അവ എങ്ങനെയൊക്കെയാണ് ബോൾ എറിയണത്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഈ 2 ദിവസമായി നമ്മുടെ ഏരിയയിൽ ട്രിവാൻഡ്രത്ത് ഒരു ഏരിയയിൽ ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്ത് പരുത്തിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടായ്മ, ഒരു കുറച്ച് ആണുങ്ങൾ ചേർന്ന് ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്ത് ലഹരി വിമുക്തമായിട്ട് ഒരു നിരോധനമായിട്ടൊരു കൂട്ടായ്മ സെറ്റ് ചെയ്തു. ഇവർ എന്നിട്ട് അധികം ദൂരമൊന്നും പോകില്ല. ആ ഏരിയയിൽ നിന്ന പയ്യന്മാർ തന്നെ അവർ സെർച്ച് ചെയ്തു. ആ ഏരിയയിൽ വളരെ ദൂരത്തൊന്നുമല്ല, 1-2 കിലോമീറ്ററിന് ഉള്ളിലുള്ള പയ്യന്മാരെ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും അവരിൽ നിന്ന് വൻ ലഹരിയാണ് അവരിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. കുറച്ച് പയ്യന്മാർ, 3-4 പയ്യന്മാർ സെർച്ച് ചെയ്തപ്പോൾ തന്നെ അവർ വലിയ ഡീലറൊക്കെയാണ്. അവരിൽ നിന്ന് ഒരുപാട് ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടെടുത്ത്. അപ്പം നമ്മൾ ഓരോ ഏരിയയിൽ നിന്നും ഇതേപോലുള്ള ലഹരി വേട്ട ആൾക്കാർ നമ്മളൊരു കൂട്ടായ്മ സെറ്റ് ചെയ്താൽ ഇവരെല്ലാം ഒന്ന് ഭയക്കൂലേ? ഇവരൊക്കെ ഭയക്കും. അപ്പം നമുക്ക് സമയമില്ല എന്നുള്ള കാര്യമാണ് സത്യം. ഇതിനൊന്നും നമുക്ക് സമയം കിട്ടാറില്ല. കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഏരിയയിൽ, ഓരോ ഏരിയയിലും എല്ലാ ഏരിയയിലും പോലീസുകാരുണ്ട് അല്ലേ? അപ്പം അതൊക്കെ നോക്കേണ്ടത് പോലീസുകാരെ ജോലിക്ക് നമ്മൾ എന്തിനാണ് ഏറ്റെടുക്കുന്നതെന്ന് ആലോചിച്ചിരുന്നിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഒരു ഏരിയ തന്നെ ഇപ്പം ഭയക്കുകയാണ്. ഈ ഏരിയ മൊത്തത്തിൽ ഒരു ഏരിയയെ ഭയക്കുകയാണ്. ലഹരി ഉൽപ്പന്നം നടത്തുന്ന ഓരോ കൂട്ടം ആൾക്കാർ ഒരു ഏരിയയെ ഇപ്പൊ ഭയക്കുകയാണ്. അവർ കൂട്ടത്തോടെ പിടിച്ചു നിർത്തിക്കളയും, കൂട്ടത്തോടെ ആക്രമിച്ചളയും. അതുകൊണ്ട് പോലീസിനെ വിളിക്കും, ഭയങ്കര സീനൊക്കെ ആവും. കഷ്ടമുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ മറന്നുപോയി ഗൈസ്. എന്താണ് ഞാൻ പറഞ്ഞു തന്നത്? ലഹരിയും സ്മാർട്ട് ഫോണും തമ്മിൽ എന്തൊക്കെയാണ് കണക്ഷൻസ്? ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഗൈസ്. നമ്മുടെ ഇപ്പോൾ ഇവിടെ വേറൊരു ചർച്ച നടന്നേ. നമ്മൾ ഇവിടുത്തെ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും 2-3 സംസാരിച്ചിട്ടുണ്ടിരുന്നപ്പം ഒരാൾ പറയാണ്, എനിക്ക് 3 പെൺമക്കളാണ്, ആമക്കളല്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ലാന്ന്. അവിടെയാണ് നിങ്ങളുടെ വിചാരം എന്ന് വെച്ചാൽ നിങ്ങളുടെ പെൺമക്കളെ വീട്ടിൽ ഗെയിമും കളിച്ച് വീട്ടിലിങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്, ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ ഫോണിലിങ്ങനെ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്, 4 ചുവരിനുള്ളിൽ അവർ സുരക്ഷിതരാണ് എന്ന് നിങ്ങളുടെ വിചാരം. അയാൾ പിന്നെ ടെൻഷനൊക്കെ ഇറങ്ങിപ്പോയത്, ഞാൻ അടിച്ച് മൂപ്പിച്ച്. നിങ്ങൾ ഇനി അങ്ങനെ ആ ആള് കിട്ടേണ്ടതുപോലെ അവിടെ സാധനം കിട്ടും. മെയിനായിട്ട് എന്താണ്, എങ്ങനെയൊക്കെയാണ് ഇവരിൽ ഇപ്പം ഓപ്പണായിട്ട് ഇപ്പം എൻ്റെ കുറച്ച് ലഹരി MDMA സാധനങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലുണ്ട്. ഈ സാധനം എനിക്ക് വഴി നിൽക്കുന്ന ഒരു പയ്യനുണ്ടെങ്കിൽ എനിക്ക് നിനക്ക് വേണോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇവർ മുൻകൂട്ടി നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് എല്ലാം ഉറപ്പിച്ചിട്ടൊക്കെയാണ് ആ ഏരിയയിലോട്ട് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നത്. അങ്ങനെയല്ലേ? എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ, അറിഞ്ഞൂടാ. ഞാൻ ഒരു പറയുന്നതാണ്. അങ്ങനെ ആയിരിക്കണമല്ലോ. ഓപ്പണായിട്ട് ഒന്നും കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഒരു അപ്പോഴത്തെ പയ്യനെ കണ്ട് നേരെ പോയിട്ട് സാധനം എൻ്റെ ഉണ്ട്, വേണോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, മൊബൈൽ വഴിയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഗെയിമിങ്, PUBG. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ മക്കൾ അവിടെ നിന്ന് PUBG കളിക്കുകയാണ്, ഫ്രീ ഫയർ കളിക്കുകയാണ്, ഇങ്ങനെ കളിച്ച് ഭയങ്കരമായ അഡിക്റ്റിങ് കളിയൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം ബിസിനസ് നടക്കുന്നുള്ളതിന് മുമ്പ് ഒരു ചാറ്റ്, സംസാരം എല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ സംസാരിക്കും, നിങ്ങൾക്ക് സാധനം ഏരിയയിലുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടെത്തിക്കുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ, നശിപ്പിച്ചാലായില്ലേ. ഞാൻ തന്നെ എൻ്റെ പണി കുഴിയാണ്. നമുക്ക് പോളൊക്കെ സെയിൽ ചെയ്യാനുള്ളതാണ് ഗൈസ്. പൈവരെ കൊണ്ടുപോയി വന്നുകൊണ്ടിരിക്കുകയാണ്, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇങ്ങനെ ഇത് നടക്കുന്ന സംഭവമാണ്, നടക്കാത്ത സംഭവം എന്നല്ല, ഇത് നടന്ന് ഞാനിങ്ങനെ 2 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ്സിൽ കസ്റ്റമറിനെ പിടിക്കുന്ന വഴികളാണ്, പ്ലാറ്റ്ഫോമാണ് ഈ പബ്ജി, ഫ്രീ ഫയർ. ഇത് പയ്യന്മാരെ കൂടുതൽ അതിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ കിടന്ന് കളിക്കുമ്പോഴത്തേക്ക് അവർക്ക് സംസാരങ്ങൾ നടക്കും. എടാ ഇതിങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കും ഈ ഗെയിമുമായിട്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ്. ഞാൻ ഇങ്ങനെയാണ് ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇത് ഉപയോഗിച്ച് നോക്ക്, ഈ ഒരു മരുന്ന് കഴിച്ചിട്ട് നീ ഇരുന്ന് നോക്ക്. അപ്പോൾ കഴിച്ചിട്ടിരിക്കുമ്പോൾ കൊള്ളാം, സൂപ്പർ. പിന്നെ ആദ്യമൊക്കെ ചുമ്മാ കൊടുക്കും, കഴിച്ചു നോക്ക്. ഫ്രണ്ട്ഷിപ്പ് നേരെ കൊണ്ട് കൊടുക്കും, വീട്ടിലെ കൊണ്ട് കൊടുക്കും. ഗെയിം വഴി ഇത് നല്ലൊരു പ്രോത്സാഹനം ഈ ലഹരിക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങളെ വീട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾ പിള്ളേരെ ഇത് കളിക്കണല്ലേ, കളിക്കട്ടെ അവർ വീട്ടിൽ പിണ്ടാതിരിക്കുന്നുണ്ടാ, അത് മതി അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യേണ്ട ജോലി, ഇപ്പോൾ നിങ്ങളുടെ ഏരിയയിലും ഇതേപോലത്തെ കൂട്ടായ്മയൊക്കെ സെറ്റ് ചെയ്താൽ ഒരു പരിധി വരെ ആൾക്കാരെല്ലാം ഓരോ ഏരിയയെ ഭയക്കും. ഇപ്പം എല്ലാ ഏരിയയും ഒരു വലിയൊരു ഏരിയയും ഭയക്കുന്നുണ്ട്. ഇത്രയാണ് ഭയക്കാത്ത ഏരിയ ഇപ്പോൾ എല്ലാവരും ഇത് ഭയക്കുന്നുണ്ട്. അവിടെ ഇനി ഞങ്ങളുടെ സംഭവം നടക്കത്തില്ല. അപ്പം നിങ്ങളുടെ എല്ലാ ഏരിയയിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയക്കില്ലേ, അങ്ങനെ ഭയക്കും. അപ്പം ഇപ്പം മനസ്സിലായില്ലേ, ഫോണിന് ഒരുപാട് പങ്കുണ്ട്. നമ്മളെ ഈ ലഹരി വേട്ടയ്ക്ക്, ലഹരി ഉൽപ്പന്നം സെയിൽ ചെയ്യാനായിട്ട് ഫോണിൽ ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പം നമ്മൾ സുരക്ഷിതമാണ് എന്ന് വിചാരിക്കുന്ന ആപ്പുകൾ, ഗെയിമൊക്കെ തന്നെയാണ് എല്ലാവരും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പിടിയിട്ട് വരാം. ബൈ. ഇപ്പം സമയമില്ല, വേറെ പണിക്ക് പോകണം.